കുതിരപ്പുറത്ത് കണ്ട ലഗേജൊക്കെ വെച്ചിട്ട് പോകുന്നുണ്ടോ. വെള്ളച്ചാട്ടം കണ്ട വീട് വെള്ളച്ചാട്ടാ. അയ്യോ തണുപ്പ് അടിച്ചടിച്ച് വരുന്നു കേട്ടാ. എന്താ ഫോഴ്സ്. വെള്ളത്തിന്റെ ഫോഴ്സ് കണ്ട. കാറ്റടിക്കുന്നേ കാറ്റ്. ഏകദേശം നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്താനായി. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് ടൈഗർ ഫാളിൻ്റെ എൻട്രി. ഇവിടുന്ന് ടിക്കറ്റൊക്കെ എടുക്കണം. 60 രൂപേൻ്റെ ടിക്കറ്റാണ്. നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പാർക്കിംഗ് ഫീസ് 20 രൂപയാണ് ചോദിച്ചത്. ഓക്കെ, ഇവിടെ ഒരു കുതിരയൊക്കെ ഉണ്ട്. കുതിരയിലും വേണം ഞങ്ങൾക്ക് പോകാൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നെ 2 വഴിയാണുള്ളത്. ഒന്ന് ഇതുവഴി നിങ്ങൾക്ക് ഇറങ്ങിയിട്ട് പോകാം, 1 കിലോമീറ്ററാണ്. നല്ല അടിപൊളി വഴിയാണ്, നല്ല സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ വണ്ടി പോകുന്നതാണ്, കുറച്ച് വളഞ്ഞിട്ട് അതുവഴി അങ്ങനെ പോയിട്ട് അങ്ങാണ് പോകേണ്ടത്. ഇതുവഴിയാകുമ്പോൾ 1 കിലോമീറ്റർ, അതുവഴി അങ്ങ് വളഞ്ഞ് പോകണം, 2.5 കിലോമീറ്റർ വരും. ഓക്കെ, അപ്പോൾ നമ്മളേതായാലും നടന്നു പോകാനുള്ള പരിപാടിയാണ്. അതൊക്കെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ താഴോട്ട് ഇറങ്ങാൻ പോവുകയാണ്. ഓക്കെ, താഴോട്ട് നടന്നു പോകാന് ലഗേജൊക്കെ ഉണ്ടോ. താഴെ റിസോർട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അവിടേക്കുള്ള ലഗേജ് ആയിരിക്കും കുതിരപ്പുറത്ത് വെച്ചിട്ട് കെട്ടിയിട്ട് പോകുന്നത്. പിന്നെ സവാരി ചെയ്യാം, കുതിരപ്പുറത്തും വേണം കൊണ്ട് പോകാൻ വേണ്ടി പറ്റുന്നതാണ്. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പോകാം. മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ലൈറ്റായിട്ട് മഴ പെയ്യുന്നുണ്ട്. മഴ പെയ്യുന്നുണ്ട്, നല്ല മഴയാണ്. എവിടെയെങ്കിലും കയറി നിൽക്കണം. കുതിരക്കാരൻ താഴോട്ട് പോയി. താഴെ റിസോർട്ടിലേക്കുള്ള വഴിയാണെന്ന് തോന്നുന്നു. ഇവിടെ ഒരു കയറി നിൽക്കാനൊരു സ്ഥലമുണ്ട്. ഇവിടെ കയറി നിൽക്കാം. ഇവിടെ ഉത്തരാഖണ്ഡ് ടൂറിസത്തിൻ്റെ ആ ഒരു ഇതൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ പല സ്ഥലത്ത് ഈ സാധനം കണ്ടതാണ് ഈ ഒരു സംഭവം. ഷജീർ അത് അങ്ങനെ വരുന്നുണ്ട്, കുടയും പിടിച്ചിട്ട് വരുന്നുണ്ട്. മഴയായതുകൊണ്ട് തൽക്കാലം ഇവിടെ കയറി നിൽക്കാം. ഇങ്ങനെ ഒരു ചെറിയൊരു ഷെൽട്ടർ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട്. താഴെയൊക്കെ റിസോർട്ടൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ അങ്ങോട്ടേ പോകണ്ടേ. കുതിരക്കാരനൊക്കെ അതുവഴി പോകുന്നുണ്ട്. ഇപ്പം പോയ കുതിരക്കാരനത് പോകുന്നു.
അപ്പോൾ നമ്മൾ നടന്നിപ്പം ആ ഒരു റിസോർട്ട് കണ്ട ആ സ്ഥലത്തെത്തി. അപ്പോൾ ഇവിടെ വന്ന് താമസിക്കാനൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് ഇവിടെ തന്നെ ഈ ടൈഗർ ഫാൾസിൻ്റെ അടുത്ത് തന്നെ റിസോർട്ടൊക്കെ ഉണ്ട്. അടിപൊളി സെറ്റപ്പാണ്. ഒരു കോട്ടേജ് ടൈപ്പ് ഇങ്ങനെ എന്താ പറയണ്ടേ, കയറുമാടം പോലത്തെ സംഭവമാണ്. അടിപൊളി സംഭവമാണ്. റെസ്റ്റോറൻറ്റ് എല്ലാ പരിപാടികളും ഉണ്ട്. വഴി കുറച്ച് ഡേഞ്ചറാണ്, നടന്നു വരുമ്പോൾ ശ്രദ്ധിക്കണം. ഇതും പാറയും കല്ലും മാത്രമേ ഉള്ളൂ. ഒരുമാതിരി വഴിയാണ്. നമ്മൾ പിന്നെ ഇപ്പം നടന്ന് ശീലമായതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. അതുകൊണ്ടാണ് പിന്നെ വണ്ടിക്ക് വരാണ്ട് ഈ ഒരു വഴിക്ക് വന്നത്. ഇതാണ് ആ റിസോർട്ട്. ഇതിൽ നിങ്ങൾക്ക് റൂംസൊക്കെ കിട്ടുന്നതാണ്. റെസ്റ്റോറൻറ്റും എല്ലാ പരിപാടിയുണ്ട്. നല്ല സെറ്റപ്പാണ്. അപ്പം അങ്ങോട്ട് പോകുന്നില്ല. ഏതായാലും നമ്മൾ താഴോട്ട് പോകുന്ന പരിപാടിയാണ്. ഇതുവഴി നേരെ ഫോളിലേക്കൊക്കെ പോകുന്നു. 1 കിലോമീറ്ററാണ് പറഞ്ഞത്. ഏതായാലും നടന്നു നോക്കാം. ഒരു കാട്ടുവഴിയാണ്. പക്ഷേ സൈഡിലൊക്കെ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ കെട്ടിയിട്ട് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് സേഫാണ്. പിന്നെ ഇങ്ങനെയുള്ള പാറയും സംഭവമൊക്കെ ആയതുകൊണ്ട് നല്ല ഗ്രിപ്പ് കിട്ടുന്നുണ്ട്. വഴുക്കലൊന്നുമില്ല. എന്നാലും മഴയൊക്കെ പെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. സ്ലിപ്പാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ശ്രദ്ധിച്ച് നടക്കും അത്ര തന്നെ. നല്ല പച്ചപ്പ്, അതാണ് ഇവിടുത്തെ ഒരു അട്രാക്ഷൻ. എവിടെ നോക്കിയാലും മൊത്തം പച്ച മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതാണ് ഇവിടുത്തെ ഒരു ബ്യൂട്ടി. അപ്പോൾ നമ്മൾ ഇറങ്ങി വന്ന ആ സ്ഥലം കണ്ട അങ്ങ് മുകളിൽ ടോപ്പിൽ, അവിടെ നിന്നാണ് നമ്മൾ വന്നത്. അതുവഴി ഇങ്ങനെ വന്ന് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ താഴോട്ട് പോകാൻ വേണ്ടി പോവുകയാണ്. അടിപൊളി വഴി കേട്ടോ. ഇതുവരെ വന്നതിൽ വെച്ചൊരു വെറൈറ്റി ഉള്ളൊരു വഴി. സൂപ്പറാണ്. അട്ടയില്ലാണ്ടെന്നാൽ മതി. നമ്മൾ വന്ന വഴിക്കൊക്കെ ഒരുപാട് അട്ടകടി കിട്ടിയിട്ടുണ്ടായിരുന്നു. മുമ്പേ പോയ ആ ചക്രത നമ്മൾ സ്റ്റേ ചെയ്ത ഏരിയയിലൊക്കെ ഇന്നലെ അട്ടയൊക്കെ കടിച്ചിട്ടുണ്ടായിരുന്നു. വല്ലാത്തൊരു ടൈപ്പ് അട്ട, കടിച്ചിട്ട് കടിവിടാത്ത അട്ടയാണ്. ഇവിടെ ആ പ്രശ്നമില്ലാന്നാണ് കേട്ടത്. അതുകൊണ്ടാണ് നമ്മൾ നടന്നു പോകാമെന്ന് വിചാരിച്ച്. ഇല്ലെങ്കിൽ എന്തായാലും അട്ടേൻ്റെ കടി കിട്ടും. ഓ, ഷജീർ മാമൻ ഇവിടെ ഇരിക്കുന്നുണ്ടാ? ക്ഷണം പിടിച്ചാ? ഫോണൊരു ഫോൺ വന്നതാ. വാ, ഇങ്ങോട്ടാ പോകേണ്ടത് തോന്നുന്നു. വാ, ക്ഷീണമുണ്ടാ? പ്രശ്നമൊന്നുമില്ലല്ലോ? ഒരു ക്ഷീണമൊന്നുമില്ല. നിങ്ങൾക്കല്ലേ ക്ഷീണോ? എനിക്ക് ക്ഷീണം ഇല്ല, എന്നാലും ചെറിയൊരു ക്ഷീണമുണ്ട്. 1 മണി ആകാനായി. ഭക്ഷണം കഴിക്കണം. അപ്പോൾ താഴെ എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടാവും. ഭക്ഷണം റെസ്റ്റോറൻ്റൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 1 കിലോമീറ്റർ മുകളിലുണ്ടല്ലേ? ഇപ്പം തന്നെ 1 കിലോമീറ്റർ വന്നിട്ടുണ്ടാവുമല്ലോ. അല്ല, എന്തായാലും പാർക്ക് ചെയ്യേണ്ടി വരില്ലേ? ടിക്കറ്റ് എടുക്കേണ്ടി വരില്ലേ എന്തായാലും? അവിടെ കണ്ട സ്റ്റേൻ്റെ പരിപാടികൾ, ഹട്ട് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി ആ കൈവരിയൊന്നുമില്ല, ഇങ്ങനെയുള്ള സ്റ്റെപ്പാണ്. വരുന്നവരൊക്കെ ശ്രദ്ധിച്ചിറങ്ങുക, വീണ് കഴിഞ്ഞാൽ താഴെയായിരിക്കും. ഇവിടെയും കണ്ട പോകുന്ന വഴിയിൽ എന്തോ കൃഷിയുണ്ട് കേട്ടോ. നെല്ലാ ഗോതമ്പെന്തോ ആണെന്നാ തോന്നുന്നേ. അടിപൊളിയായിട്ട്. വാ, സംഭവം സൂപ്പറാട്ടാ. നോക്കടാ, പച്ചപ്പ് നോക്കി. കൃഷിയൊക്കെ എവിടെയും ചെയ്യുന്നുണ്ട്. നല്ല കാര്യം. ഇത്ര റിസ്ക് ഒന്നുമില്ല. ഇനിയിപ്പോൾ കയറുമ്പോഴാണ് കാലിന് വേന, മുട്ടുവേനൊക്കെ വരിക. ഇറങ്ങുമ്പോൾ അങ്ങനെ വലിയ പ്രശ്നം തോന്നിയില്ല. ഇതൊക്കെ ഉണ്ട് കേട്ടോ, കൃഷിയുണ്ട്. സംഭവം കണ്ട ഓരോ തട്ടായിട്ട് ഓരോ ലെയറും നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതെല്ലാം നല്ല കാര്യം. കുറച്ചുകൂടെ വർഷങ്ങൾ കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെയൊക്കെ ബിൽഡിംഗ് ഒക്കെ വരും. ഇപ്പം തന്നെ കണ്ട ഒരുപാട് റിസോർട്ടുകളൊക്കെ അവിടെയൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഏകദേശം താഴെ എത്തിയിട്ടുണ്ട്. ആ റിസോർട്ടുകളൊക്കെ കണ്ട അവിടെയൊക്കെ ഞങ്ങൾക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഇവിടെ ഒരു റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്. പിന്നെ താഴെ കൂടെ ഒരു സ്ട്രീം പോകുന്നുണ്ട്. ഇതിൻ്റെ പുറകിൽ അവിടെ ആയിരിക്കണം സാധ്യത വാട്ടർഫോള്. അതായത് വഴി ഇങ്ങനെയാണ് പോകുന്നത്. നമുക്ക് ഇതുവഴി തന്നെ പോയി നോക്കാം. അടിപൊളിയായിട്ട് കല്ലുകളൊക്കെ പാകിയിട്ട് നല്ല സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്.
അവിടെ കല്ലൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് ഇവിടെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്തോ ഒരു പണിയൊക്കെ നടക്കുന്നുണ്ട്. ഫോട്ടോസിൻ്റെ പരിപാടിയാണെന്നാണ് തോന്നുന്നത്. ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട്. ഇത് മാഗി പോയിൻ്റ് ആണെന്നാണ് തോന്നുന്നു. അവിടെ ചൂടായിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടും. ഇതൊരു പാലമുണ്ട് കേട്ടോ, ചെറിയ പാലം വഴി വരുന്നുണ്ട്. രാജ്യമൊക്കെ നടന്നു വരുന്ന മൊത്തം കാടാണ് കേട്ടോ. മുകളിൽ മൊത്തം ഫോറസ്റ്റ് ഏരിയ ആണ്. അടിപൊളി വഴി കിട്ടാം, രക്ഷയില്ലാത്ത വഴിയാണ്. നടന്നു പോകാൻ നല്ല സുഖമുണ്ട്, നടന്നു പോകാൻ നല്ല രസമുണ്ട്. ഇവിടെയാണ് സംഭവം. ഇതൊന്നും അതിൻ്റെ പുറകിലാണ് പോളെന്നാണ് തോന്നുന്നു. അങ്ങോട്ട് പോയി നോക്കാം. നമ്മളപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളങ്ങോട്ട് പോയിപ്പോൾ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റും പരിപാടികളൊക്കെ ഉണ്ട്. ഭക്ഷണമൊക്കെ ഇവിടെ തന്നെ കിട്ടും. അത്യാവശ്യം പ്രോപ്പർ യൂസൊക്കെ ഇവിടെ തന്നെ കിട്ടുന്നതാണ്. അത്യാവശ്യം ലൈറ്റായിട്ട് കഴിക്കേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ കിട്ടുന്നതാണ്. അത് മരത്തിൻ്റെ പാലാണ്. അടിപൊളി പാലാണ്. വെള്ളച്ചാട്ടം കണ്ട അടിപൊളി കെടു വെള്ളച്ചാട്ടാട്ടാ. നമ്മളവിടെ പോയത് സജിന വാ. അയ്യോ തണുപ്പ് അടിച്ചടിച്ച് വരുന്നു കേട്ടാ. ആ വെള്ളം സ്പ്രേ ആകുന്നതിൻ്റെ എന്താ ഫോഴ്സ്. എല്ലാവരും കുളിക്കാൻ വരുന്നവരേട്ടാ. ഇവിടെ നിങ്ങൾക്ക് ഭക്ഷണമൊക്കെ കിട്ടുന്നതാണ്. അടിപൊളി സംഭവം കേട്ടാ. നനഞ്ഞു കേട്ടാ, ഗോപ്രൊക്കെ നനഞ്ഞു. അയ്യോ എന്തൊരു പോസാ. എന്തായാലും നനഞ്ഞു. അപ്പൊ ഏതായാലും ഒന്നുകൂടി പോയിട്ട് വരാം. ഇങ്ങനെ പുകയടിക്കുന്ന വെള്ളത്തിന്റെ പോസുണ്ട്. കാറ്റിങ്ങനെ വരുന്നത്. വെള്ളച്ചാട്ടം കണ്ടോളൂ.
വാട്ടർഫോൾ ടൈഗർ ഫോൾ. അപ്പൊ നമ്മള് താഴോട്ട് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. വന്ന വഴിയിലോട്ട് തന്നെ നമ്മൾ തിരിച്ചു പോകുന്നതായിരിക്കും. വെള്ളത്തിന്റെ ഫോഴ്സ് കണ്ട, കാറ്റടിക്കണ്ടേ കാറ്റ്. നമ്മള് വേറൊരു വ്യൂ എടുക്കാൻ വേണ്ടിട്ട് നമ്മൾ ഇതിന്റെ മുകളിൽ വന്നിട്ടുണ്ട്. അടിപൊളിയല്ലേ? അമ്മാര് വെള്ളച്ചോട്ടം നനഞ്ഞ് കുളിച്ച് പണ്ടാരിറങ്ങി കേട്ടാ. ഗോപ്പറിൻ്റെ ഉള്ളിലും വെള്ളം കയറി ആകെ പ്രാന്തായി പോയി. ചെവി തന്നെ എടുക്കുന്നത് എന്തൊരു ഫോഴ്സിലായിട്ടുള്ള വെള്ളം വരുന്നല്ലേ. വെറുതെ ഒരു കണ്ടൊരു ആവേശത്തിൽ അതിലേക്ക് പോയതാ. പനിയേറ്റം പിടിക്കുമെന്ന് അറിയില്ല. നമ്മളെന്തിപ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ചെറിയൊരു മാഗി പോയിന്റ് ഉണ്ടായിരുന്നു, അവിടെ നമ്മൾ കയറിയിട്ടുള്ളത്. ഗോപ്രോയെല്ലാം അയച്ച് പണിയെടുക്കുമായിരുന്നു. നല്ല ചൂട് ചായയും പിന്നെ ചോളം ചുട്ടത് അതും കൂടെ കഴിക്കാനുള്ള പരിപാടിയാണ്. ഷാജിയുടെ ഗോപ്രോ ഇതും ആക്കുന്നുണ്ട്, പിന്നെ അവർ മാഗി അവിടെ നിന്ന് ആക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നനഞ്ഞുകൊണ്ടിരിപ്പം ഇവിടെ ഇപ്പോൾ റൂം എടുക്കാനും മാറ്റാനൊന്നും കഴിയില്ല. നമ്മൾ നേരെ പോവുകയായിരുന്നു. എന്നിട്ട് ഇനി അടുത്തൊരു ലൊക്കേഷനിലേക്ക് പോകണം. ഓക്കെ, അപ്പോൾ ഇതും കഴിച്ചിട്ട് നമ്മൾ പോകാനുള്ള പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ ഇനി അടുത്തൊരു ലൊക്കേഷനിൽ പോയിട്ട് നമ്മൾ അവിടുന്ന് അടുത്തൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.